أعوذ بالله السميع العليم من الشيطان الرجيم إذ قال له ربه أسلم قال أسلمت لرب العالمين اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ബലിപെരുന്നാൾ സുദിനത്തിലും കൃത്യമായി പാലിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് അതീവ ഗൗരവമായ ഭാഷയിൽ ഓരോ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിക്കുന്ന വിധത്തിൽ ഈ ഈദുൽ അദ്ഹ ആഘോഷിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിൽ ജനിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗ നിർഭരമായ ജീവിതം അനുസ്മരിച്ചുകൊണ്ടാണ് നാം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. 4000 വർഷങ്ങൾക്കിടയിൽ ലോകത്ത് പല മഹാരഥന്മാരും ജനിച്ച് മൃതിയടഞ്ഞിട്ടുണ്ട്. 4000 വർഷങ്ങൾക്കിപ്പുറവും എന്നല്ല, ലോകാവസാനം വരെ ഓരോ വിശ്വാസികളും ദിനം പ്രതി പലതവണയായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത്ര പ്രസക്തമാകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത്രമേൽ അനുസ്മരിക്കപ്പെടാനും നമ്മുടെ നിർബന്ധമായ ആരാധനയാകുന്ന നമസ്കാരത്തിന്റെ സ്വീകാര്യതക്ക് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുസ്മരിക്കപ്പെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുവാനുള്ള കാരണം എന്താണ്? ചുരുക്കി പറഞ്ഞാൽ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞ സന്ദേശത്തിന്റെ, അദ്ദേഹം ലോകത്ത് വിളംബരം ചെയ്ത, പ്രബോധനം ചെയ്ത സന്ദേശത്തിന്റെ പ്രാധാന്യവും അതിന്റെ നിത്യപ്രസക്തിയുമാണ്. കാലം എത്ര മുന്നോട്ട് പോയാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞ സന്ദേശത്തിന് സൂര്യപ്രകാശത്തെക്കാൾ പ്രസക്തിയുണ്ട് എന്നതാണ് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തോട് പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് നിർഭയത്വമാണ്, മറ്റൊന്ന് സമാധാനമാണ്. ഇത് എക്കാലത്തുമുള്ള ആളുകൾക്ക് ആവശ്യമാണ്. ആധുനിക മനുഷ്യൻ ഭൗതികതയുടെ നെറുകയിൽ, ഭൗതികതയുടെ ഉച്ചിയിൽ നിൽക്കുന്നവനാണെങ്കിൽ പോലും, പക്ഷികളെ പോലെ ആകാശത്ത് വട്ടമിട്ട് പറക്കാൻ സാധിക്കുന്നവനാണെങ്കിലും, ആഴിയുടെ അടിത്തട്ടിൽ നീന്താനും ഊളിയിടുവാനും സാധിക്കുന്ന വിധം അവൻ പുരോഗതിയുടെ സാമ്രാജ്യം വെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുള്ള സന്ദേശം നിത്യപ്രസക്തമാണ്. ഈ പറയപ്പെട്ട പുരോഗതിയുടെ, അഭിവൃദ്ധിയുടെ ഉച്ചിയിൽ മനുഷ്യൻ എത്തി നിൽക്കുമ്പോഴും വിശ്വാസപരമായി 6ാം നൂറ്റാണ്ടിലെ കാട്ടറബികളെപ്പോലും പിന്നിലാക്കുന്ന വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളാണ് മനുഷ്യൻ ഇന്നും പേറി നടക്കുന്നത്. എന്തിനൊക്കെയാണ് മനുഷ്യർ ഭയപ്പെടുന്നത്? ചില നിശ്ചിത ജീവികളെ ഭയപ്പെടുന്ന ആളുകളുണ്ട്, ചില നിശ്ചിത നമ്പറുകൾ ഭയപ്പെടുന്ന ആളുകളുണ്ട്. പലതിന്റെയും ഒരു കൂട്ടം ഭയപ്പാടിന്റെയും അസ്വസ്ഥതയുടെയും നടുവിലാണ് ആധുനികൻ പുരോഗതിയുടെ ഉച്ചിയിലെത്തിയവൻ എന്ന് അഭിമാനപൂർവം പറയുന്ന മനുഷ്യൻ പോലും
6-ാം നൂറ്റാണ്ടിലെ അറബികളെ പോലും പിന്നിലാക്കുന്ന വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ വാരിപ്പുണർന്നുകൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുള്ള നിർഭയത്വത്തിന്റെ സന്ദേശം നിത്യപ്രസക്തമാകുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനെ അല്ലാതെ ഒരാളെയും ഭയപ്പെട്ടിട്ടില്ല. ഒരു രാജ്യം അദ്ദേഹത്തിനെതിരായിട്ട്, ഭരണകൂടം അദ്ദേഹത്തിനെതിരായിട്ട്, കൂട്ടുകുടുംബങ്ങളെതിരായിട്ട്, നാടും നഗരവും ഒന്നടങ്കം തനിക്ക് എതിരായിട്ട് പോലും നിർഭയത്വത്തോടുകൂടെ, ചങ്കൂറ്റത്തോടുകൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഈ ദൗത്യം നിർവഹിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള നിർഭയത്വം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാർക്ക് എവിടെന്ന് സാധിച്ചു എന്നത് നമ്മൾ ഇരുന്ന് ആലോചിച്ച് പഠിച്ച് ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ട കാര്യമാണ്. നിർഭയത്വം എവിടെന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കിട്ടിയത്? ലോകം ഇന്ന് ഏറെ ആഗ്രഹിക്കുന്നത് നിർഭയത്വമാണ്. ഭൗതികമായി ഒട്ടേറെ പുരോഗതിയും സമ്പാദ്യവും സുഖസൗകര്യങ്ങളും എല്ലാം അവന്റെ കൈപ്പിടിയിലുണ്ടെങ്കിലും ഈ സുഖസൗകര്യങ്ങളും സംവിധാനങ്ങളും ഒന്നും അവന് നിർഭയത്വം നൽകാൻ പര്യാപ്തമല്ല എന്നുള്ളത് നമ്മുടെ നിത്യാനുഭവമാണ്. എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അതിന് സാധിച്ചിട്ടുള്ളത് എന്നത് വളരെ ചുരുങ്ങിയ സമയത്തിന്റെ വൃത്തത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ദീർഘമായി സംസാരിച്ച് ഒരു മുഷിപ്പുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിന്റെ കാമ്പും കാതലും പ്രത്യേകമായി ഒന്ന് എടുത്തു സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നിർഭയത്വത്തോടുകൂടെ ജീവിക്കുവാനും അദ്ദേഹത്തിന്റെ സന്ദേശം പൂർണ്ണമായും ഇടനെഞ്ചിലേറ്റ് ജീവിക്കുന്ന സകല മനുഷ്യർക്കും നിർഭയത്വം ലഭിച്ചതിന്റെ അടിസ്ഥാന കാരണം അവർ ഉൾക്കൊണ്ട വിശ്വാസമാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വാസത്തിൽ ശിർക്ക് കലരാത്ത, കലർപ്പില്ലാത്ത തൗഹീദ്, ശിർക്കിന്റെ ലാഞ്ചനയോ ഗന്ധമോ ഏൽക്കാത്ത, ശിർക്കിന്റെ പ്രഹരമേൽക്കാത്ത ശുദ്ധമായ കരകളഞ്ഞ തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്കാണ് നിർഭയത്വമുള്ളത് എന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിന്റെ 55-ാമത്തെ വചനത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരിമിതമായ സമയത്തിന്റെ വൃത്തത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അത് വിശദീകരിക്കുക സാധ്യമല്ല, സൂചനകൾ നൽകുക മാത്രമാണ്. 24-55 അഥവാ സൂറത്തുൻ നൂറിന്റെ 55-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർഭയത്വം നൽകുമെന്നും ഭൂമിയിൽ നിങ്ങൾക്ക് സ്വാധീനം നൽകുമെന്നും അവൻ നിങ്ങൾക്ക് ആ ഭൂമിയിൽ നിങ്ങൾക്ക് അവൻ പ്രാതിനിധ്യം നൽകുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു നൽകിയ വാഗ്ദാനം അവൻ നിറവേറ്റണമെങ്കിൽ നമ്മളോട് നിർബന്ധമായും പാലിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു ഷർത്ത്, ഒരു നിബന്ധന അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, മറ്റൊന്നിനെയും നിങ്ങൾ എന്നിൽ പങ്കു ചേർക്കരുത് എന്ന ആ ഒരു കണ്ടീഷൻ, ആ ഒരു നിബന്ധന നമ്മൾ പാലിച്ചാൽ അള്ളാഹു നൽകിയിട്ടുള്ള 3 വാഗ്ദാനങ്ങൾ അവൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രബോധത്തിന്റെ കാതൽ, കാമ്പ് എന്ന് പറയുന്നത് ഈ ഒരു ദൗത്യ നിർവഹണമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നിർഭയത്വത്തോടുകൂടെ ജീവിക്കാൻ സാധിച്ചത്. ആ സന്ദേശം ആരുൾക്കൊണ്ട് ജീവിച്ചാലും ആ ഒരു നിർഭയത്വം അവനും ലഭിക്കുമെന്നുള്ളതാണ് ഈ ഒരു സന്ദേശത്തിന്റെ, ഇബ്രാഹിം മില്ലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്നത്. സമാധാനം കിട്ടുമെന്നുള്ളത് വിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്ത കാര്യമാണ്. രണ്ടാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് സമർപ്പണമാണ്. ഒരു സമർപ്പണമാണ് ദീർഘമായ പതിറ്റാണ്ട് കാലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞത് എന്തും അക്ഷരം പ്രതി അനുസരിക്കുന്ന, അനുസരണത്തിന്റെ, സമർപ്പണത്തിന്റെ
ഉജ്ജ്വല മാതൃകയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം താങ്കൾ തന്റെ റബ്ബിന് കീഴൊതുങ്ങുക, സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ റബ്ബിനിതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സമർപ്പണമാണ്, ഓരോ നിമിഷവും സമർപ്പണമാണ്. കരഞ്ഞ കലങ്ങിയ കണ്ണുകളോടുകൂടെ, തപിക്കുന്ന മനസ്സോടുകൂടെ, വിറയാർന്ന ചുണ്ടുകളോടുകൂടെ പതിറ്റാണ്ടുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞ കലങ്ങിയ കണ്ണുകളോടെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തന്റെ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ഇബ്രാഹിം നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സന്താനത്തെ അല്ലാഹു തആല നൽകുന്നു. ആ സന്താനം വളർന്ന് തന്റെ കൂടെ പ്രബോധന പ്രവർത്തനത്തിൽ പങ്കുചേരുവാനുള്ള പ്രായവും പക്വതയുമായപ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, ഈ മകനെ എന്റെ മാർഗത്തിൽ ബലികർമ്മം നിർവഹിക്കണം. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ, മോനെ നിന്നെ അറുക്കുന്നതായി ഞാനിതാ സ്വപ്നം കണ്ടിരിക്കുന്നു, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അനുസരണശീലമുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന മാതൃകാ മകൻ അദ്ദേഹം പറഞ്ഞത്, യാ ബത്തി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അല്ലാഹു തആലയുടെ കൽപ്പന നിറവേറ്റിക്കൊള്ളുക, ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ അങ്ങേക്ക് എന്നെ കാണാം എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ വിധിക്ക് വിധേയനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ നമ്മൾ കാണുന്നു. നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇന്നത്തെ തലമുറ ധിക്കാരവും അനുസരണക്കേടും അവരുടെ സംസ്കാരമായി മാറുകയാണ്. ഒരാളെയും അനുസരിക്കാത്ത, സകലതിനോടും പുറന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു ജനതയായി മാറുകയാണ്. ഇവിടെയാണ് അനുസരണത്തിന്റെ, കടപ്പാടിന്റെ ഉജ്ജ്വല മാതൃക മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലൂടെ നമ്മൾ കാണുന്നത്. ആ കറപുരളാത്ത അനുസരണമാണ് ഈ ബലി പെരുന്നാൾ നമ്മോട് വിളിച്ചു പറയുന്ന, ഉറക്കെ പറയുന്ന ഏറ്റവും വലിയ സന്ദേശം. മഹദി ഹാജർ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മാതാവും അനുസരണത്തിന്റെ തുല്യതയില്ലാത്ത മാതൃകയാണ്. മകനെ അറുക്കാനായി അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ആ മകനെ അണിയിച്ചൊരുക്കി മിനയിലേക്ക് അറുക്കാൻ കൊണ്ടുപോകാൻ സജ്ജമാക്കുന്നത് ഹാജറാണ്. ഒരു കുടുംബം മുഴുവൻ, നല്ല ഒരു പിതാവും നല്ല ഒരു മാതാവും നല്ല ഒരു മകനും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പൂർണ്ണമായും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയരായി മാറുന്ന ഒരു ചെറു കുടുംബത്തെ നമുക്കിവിടെ കാണാൻ പറ്റുന്നു. ഇവിടെ എല്ലാം കാണുന്നത് അള്ളാഹുവിനോടുള്ള സമർപ്പണമാണ്. അഥവാ എന്റെ സ്വന്തം അരുമ സന്താനത്തിന്റെ ജീവൻ അതിനേക്കാൾ എനിക്ക് വലുത് എന്റെ റബ്ബിന്റെ കൽപ്പനയാണ്. എന്റെ കുടുംബ ബന്ധത്തെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരവും എനിക്ക് ഏറ്റവും വിലപ്പെട്ടതും അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആ ഒരു ബോധമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഇളം കഴുത്തിൽ വെട്ടിത്തിളങ്ങുന്ന കടാര വെക്കാൻ വിറയില്ലാതെ ധൈര്യസമേതം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സാധിച്ചത്. അതുകൊണ്ടാണ് ബലിപെരുന്നാൾ നമ്മോട് ഉറക്കെ ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്നാണ്. ഖുദ്സിന്റെ മോചനത്തെ കുറിച്ച് ആളുകൾ പറയാറുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ പോയി നമസ്കരിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു മെഴുകുതീര വട്ടത്തിന്റെ പോലും ആവശ്യമില്ലാതെ തന്റെ വീടിന്റെ ചാരത്തുള്ള പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി നമസ്കരിക്കാൻ വരൂ എന്ന് പറഞ്ഞാൽ ആ വിളിക്ക് ഉത്തരം നൽകാത്തവനാണ് ഖുദ്സിൽ പോയി നമസ്കരിക്കാൻ ആലോചിക്കുന്നത്. അവനാണ് ഒരു സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ അദ്ദേഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ഒരു രണ്ടാം സ്വലാഹുദ്ദീൻ അയ്യൂബി എവിടെ എന്ന് ആർത്തട്ടഹസിച്ച് ചോദിക്കുന്നത്. സ്വലാഹുദ്ദീൻ അയ്യൂബിയായി നമ്മൾ മാറുകയാണ് വേണ്ടത്. നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിക്കുകയാണ് വേണ്ടത്. ബലിപെരുന്നാൾ നമ്മോട് ചോദിക്കുന്ന മതതാണ്.
അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ജീവിതത്തെ ക്രമപ്പെടുത്താൻ, ജീവിതത്തെ ധന്യമാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ്. അധർമ്മത്തോട് രാജിയാവാൻ സാധിക്കാത്ത, അനീതിയോട് സന്ധിയില്ല സമരം ചെയ്യാൻ സാധിക്കുന്ന, ശിർക്കിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും അതുമയെ സമരസപ്പെട്ട് പോകാൻ സാധിക്കാത്ത ദൃഢമായ ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള സമാധാനവും സ്വസ്ഥതയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഋജുവായ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ നമുക്കത് ലഭ്യമാണ് എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ചുരുക്കമായും ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രത്തിന്റെ ക്യാപ്സൂളായി, ചരിത്രത്തിന്റെ ചുരുക്കമായി പറഞ്ഞിട്ടുള്ളത്, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. മനസ്സറിഞ്ഞുകൊണ്ട് ചുണ്ടിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരുന്നതിന് മുമ്പ് 1000 തവണ മനസ്സുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മനസ്സിൽ കുടിയിരിക്കുന്ന സകലമാന വിഗ്രഹങ്ങളെയും മഹാരഥന്മാരെയും ആരാധ്യ വസ്തുക്കളെയും കുടിയിറക്കി അള്ളാഹുവിനെ മാത്രം അവിടെ സ്ഥാപിച്ച് ഒരു ശുദ്ധ മുവഗ്ഗിദായി നിങ്ങൾ മാറിയാൽ തുഫ്ലിഹു, നിങ്ങൾക്ക് വിജയമുണ്ടാകും. തദീനു ലക്കുമുൽ അറബു വൽ അജം, അറബികളും അനറബികളും നിങ്ങൾക്ക് കീഴിൽ വരുമെന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് ഒരു ഖുലഫാഉർ റാഷിദീങ്ങളുടെ 30 വർഷത്തെ 3 പതിറ്റാണ്ട് കാലത്തെ ഭരണത്തിനുള്ളിൽ ലോകം, ഏറെക്കുറെ ലോകം ഇസ്ലാമിന്റെ കീഴിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വചനത്തെ സാക്ഷാത്കരിക്കുന്നതാണ് എന്ന് ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ബലിപെരുന്നാൾ നമ്മോട് പറയുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ സന്ദേശം, ദീനിൽ യാതൊരു വിധത്തിലുള്ള ഉച്ചനീചത്വവുമില്ല. വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഭാഷയുടെയോ ദേശത്തിന്റെയോ പേരിൽ ആളുകളെ കള്ളിയായി തിരിക്കുന്ന, തട്ടായി തിരിക്കുന്ന ഒരു രീതി ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് ബലിപെരുന്നാൾ നൽകുന്ന ഏറ്റവും സുപ്രധാനമായ മൂന്നാമത്തെ സന്ദേശം. ചരിത്രം അത് പറയുന്നുണ്ട്. സഫാ മർവക്കിടയിലൂടെ ആദ്യമായി ഓടിയത് ഹാജർ എന്ന് പറയുന്ന കറുത്ത അടിമ സ്ത്രീയാണ്. അതിലൂടെയാണ് സർവ്വവിധ ഹജ്ജിന് പോകുന്ന രാജാക്കന്മാർ, പണ്ഡിതന്മാർ, പാമരന്മാർ, സാധാരണക്കാരൻ, പ്രമുഖർ, പ്രധാനികൾ എല്ലാം ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മന്ത്രം ഉരുവിട്ട് അതിലൂടെ നടന്നു പോകുകയാണ്, അതിലെ ഓടുകയാണ്. ഹാജറാണ് ആദ്യമായി അതിലെ ഓടിയത്. ഒരടിമ സ്ത്രീ ഓടിയെടുത്ത്, ഒരു കറുത്ത അടിമ സ്ത്രീ ഓടിയെടുത്ത് ഓടാൻ എന്നെ കിട്ടില്ല എന്ന് ഒരാളും പറയില്ല, ഒരാൾക്കും അത് പറയുക സാധ്യമല്ല. അങ്ങനെ ഒരു ചിന്ത ഒരു നിമിഷാർദ്ധം പോലും മനസ്സിൽ കടന്നുകൂടിയാൽ അതവന്റെ ഈമാനിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് പ്രമാണങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമ്മെ പഠിപ്പിക്കുന്നത്. ഉച്ചനീചത്വങ്ങളില്ലാത്ത, പൂർണ്ണമായും സാഹോദര്യം ഉദ്ഘോഷിക്കുന്ന ഒരു സുദിന, ഒരു സന്ദേശമാണ് ഈദ് നമുക്ക് നൽകുന്നത് എന്നതാണ്. നാലാമതായി, നമുക്ക് ഈ ലോകത്ത് സമാധാനം കിട്ടാൻ, ലോകം ഇന്ന് പ്രതിസന്ധികളുടെ നടുവിലാണ് ജീവിക്കുന്നത്. നാം ഇവിടെ ശാന്തമായി സ്വസ്ഥമായി പെരുന്നാൾ ആഘോഷിക്കുന്നുവെങ്കിലും തകർന്നടിഞ്ഞ വീടിന്റെ കെട്ടിടങ്ങളിൽ ഉടുതുണിക്ക് മറുതുണിയില്ലെന്ന് പോലുമല്ല, കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് പൂർണ്ണമായി പട്ടിണിയിൽ കഴിയുന്ന, ബോംബിന്റെയും മിസൈലുകളുടെയും പശ്ചാത്തലത്തിൽ ഈദ് ആഘോഷിക്കുന്ന ഫലസ്തീനികളുണ്ട്. അവർക്ക് അതുപോലെയുള്ള ദുരന്തങ്ങൾ ലോകത്തുണ്ട്. ലോകത്ത് ഈ നടക്കുന്ന ദുരന്തങ്ങളുടെ എല്ലാം അതിന്റെയൊക്കെ അറുതി വരുത്താൻ, അതിനൊക്കെയുള്ള സുഖകരമായ കുറ്റമറ്റ പരിഹാര മാർഗം എന്താണ് എന്നതുകൂടെ ബലിപെരുന്നാൾ നമ്മോട് പറയുന്നുണ്ട്. ബലിപെരുന്നാൾ നമ്മോട് പറയുന്ന, ഞാൻ ഈ പറയാൻ പോകുന്ന വാചകം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഉണ്ടാകണം. എന്റെ ഇന്നത്തെ സംസാരത്തിന്റെ കാമ്പ് എന്ന് പറയുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന വാചകമാണ്. ആധുനിക മുസ്ലിങ്ങൾ അവർ ഇന്ന് പല അന്ധവിശ്വാസങ്ങളുടെയും പിറകിലാണ്. അത് തന്നെയാണ് അവിടെ സ്വസ്ഥത നഷ്ടപ്പെടുവാനുള്ള മുഖ്യ ഹേതു. അതുകൊണ്ട് നമ്മൾ വലിയ
ഒരു സ്വർണ്ണ കൂമ്പാരത്തിന്റെ മുകളിലാണ് ജീവിക്കുന്നത്. അഥവാ നമ്മുടെ ആദർശം എന്ന് പറയുന്നത് ഒരു വലിയ മുതലാണ്, സ്വർണ്ണ കൂമ്പാരമാണ്. ആ സ്വർണ്ണ കൂമ്പാരത്തിന്റെ മുകളിൽ ഇരുന്ന് യാചിക്കുകയാണ് മുസ്ലിങ്ങൾ. താൻ ഇരിക്കുന്നത് ഒരു സ്വർണ്ണ കൂമ്പാരത്തിന്റെ മീതെയാണെന്ന് പോലും അറിയാതെ തൗഹീദാകുന്ന, സുന്നത്താകുന്ന, വിശ്വാസകർമ്മങ്ങളാകുന്ന സ്വർണ്ണ കൂമ്പാരത്തിന്റെ മുകളിൽ ഇരുന്ന് പിഴച്ച വിശ്വാസങ്ങൾക്ക് വേണ്ടി ഇരുകൈയും നീട്ടി യാചിക്കുന്ന അതപ്പതിച്ച ഒരു ജനതയായി നമ്മൾ മാറിയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുകയല്ലാതെ, അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ന്യൂനതയില്ലാത്ത, പരിക്കേൽക്കാത്ത, സ്ക്രാച്ച് വീയാത്ത, പൂർണ്ണ തെളിഞ്ഞ ഒരു മുസ്ലിമായി മാറുക എന്നുള്ളതാണ് സമാധാനം കരഗതമാക്കാൻ, സമാധാനം തിരിച്ചു പിടിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗമെന്നും പ്രതിസന്ധികളെ പ്രതിരോധിക്കുവാനും പരിഹരിക്കുവാനുമുള്ള ഏറ്റവും നല്ല മാർഗം അതാണ് എന്നതാണ് ഇസ്ലാം നമ്മോട് വളരെ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുന്നത്. അതിനെന്ത് വേണം? അതിന് വേണ്ടത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സന്ദേശം അത് ലോകത്തോട് പറയുക എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നൽകിയിട്ടുള്ള, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ സന്ദേശം. ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ അജ്ഞതയാണ്. അജ്ഞതയോളം വലിയ ശത്രു വേറെയില്ല. അതുകൊണ്ട് അജ്ഞത, അറിവില്ലായ്മ, അത് പാടെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അജ്ഞത എന്ന് പറയുന്നത് ഇരുട്ടാണ്, അത് അന്ധകാരമാണ്. ആ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ വിജ്ഞാനമാകുന്ന വെളിച്ചം, ആ ദീപം കൈപ്പറ്റിയേ മതിയാകൂ. അതിനനിവാര്യമായും ചെയ്യേണ്ടത് ദീൻ പഠിക്കുകയും അതിന്റെ പ്രചാരകരായി മാറുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ അത് ഉടനീളം നമുക്ക് കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്നേഹ സംവാദത്തിൽ ഏർപ്പെട്ടുള്ള സംഭവം കാണാം. ലോകത്തെ സ്വേച്ഛാധിപതികളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയാൽ അതിൽ പ്രഥമ സ്ഥാനത്ത് വരുന്ന ഒരാളാണ് നമ്രൂദ്. ആ നമ്രൂദിന്റെ ദർബാറിൽ പോയി ശുദ്ധമായ തൗഹീദ് പറഞ്ഞ് സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമുക്ക് കാണാം. ബുദ്ധിപരമായ തെളിവുകൾ നിരത്തി ശിർക്കിന്റെ, അതിന്റെ അയുക്തിയും അതിന്റെ ദൂഷ്യങ്ങളുമെല്ലാം കൃത്യമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദുമായി സംവാദത്തിൽ ഏർപ്പെട്ടത് നമുക്ക് കാണാം. നമ്രൂദിനെ വായടപ്പിക്കുന്ന മറുപടി കൊടുത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ സന്ദേശം അവിടെ സ്ഥാപിച്ചതായി കാണാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഫിറൗന്റെ ദർബാറിൽ പോയി, കൊട്ടാരത്തിൽ പോയി സംവാദം നടത്തിയ ചരിത്രം ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അങ്ങനെ ലോകത്ത് കടന്നുപോയ പ്രവാചകന്മാർ, പ്രബോധകന്മാർ, പരിഷ്കർത്താക്കൾ, അവരെല്ലാം നിർവഹിച്ചിട്ടുള്ള ഇതുപോലുള്ള സ്നേഹ സംവാദങ്ങളിലൂടെ വിജ്ഞാനം പരന്നൊഴുകാൻ നമ്മൾ നിമിത്തമാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ദൗത്യവും. ഈദുൽ അദ്ഹ നമ്മോട് അതിശക്തമായ ഭാഷയിൽ ആവശ്യപ്പെടുന്നതും അതാണ്. അതിന് നമ്മൾ തയ്യാറായാൽ അതിന്റെ നേട്ടം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ വിധത്തിൽ ദഅവത്ത് നിർവഹിച്ചപ്പോൾ അദ്ദേഹത്തെ ചുട്ടിച്ചാമ്പലാക്കാനാണ് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടെ ലോകം ഒന്നടങ്കം ശ്രമിച്ചത്. പക്ഷേ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും തളരാതെ, ഒട്ടും പിറകോട്ട് പോകാതെ അചഞ്ചലമായി നിന്നുകൊണ്ട് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, എനിക്കെന്റെ റബ്ബ് മതി എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ആ പ്രതിസന്ധിയെ തരണം ചെയ്തത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ യാ നാറു കൂനി ബർദൻ അലാ ഇബ്റാഹിം വ സലാമൻ അലാ ഇബ്രാഹിം, ഏ തീ, നീ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമാകുക. അല്ലാഹുവിന്റെ തൗഹീദ് ലോകത്ത് പ്രബോധനം ചെയ്യുമ്പോൾ ഏത് തീകുണ്ടങ്ങളെയും അത് ഒരു ആരാമമാക്കി തരാൻ റബ്ബിന് സാധിക്കുമെന്നുള്ളത് ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്ന കാര്യമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ജീവിതത്തിൽ നമുക്ക് സമാനമായ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അതിനെ തരണം ചെയ്തതായി കാണാം. ഞാൻ ഈ പറയുന്ന വാചകം നിങ്ങൾ പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ടതാണ്. ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും ധാരാളമായി പ്രശ്നങ്ങളുണ്ട്. 20 കോടിയോളം വരുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ അവരുടെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചാൽ, അവർ ലക്ഷണമൊത്തൊരു മുസ്ലിമായി ജീവിച്ചാൽ, അവരവരുടെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചാൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അറുതിയുണ്ടാകുമെന്നുള്ളത്
ഖുർആനിക അധ്യാപനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മക്കയിൽ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വതന്ത്രമായി തന്റെ റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി പലായനം ചെയ്യുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു തുഗന്ന എന്ന് പറയുന്ന മുശ്രിക്ക് പറഞ്ഞ ആ വാചകം നമ്മോടും ആളുകൾ പറയും, ഇന്ന മിസ്ലക ലാ തഖ്റുജു വലാ തുഖ്റജ്, അങ്ങയെ പോലുള്ള ആളുകൾ ഈ നാട് വിട്ടു പോകരുത്, ഈ നാട്ടിൽ നിന്ന് അങ്ങയെ ആളുകൾ പുറത്താക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്താവന, ഈ ഒരു സംരക്ഷണത്തിന്റെ വാചകം നമ്മോടും ആളുകൾ പറയും. അതിനു വേണ്ടത് നമ്മൾ മുവഖ്ഖിദുകളായി മാറുക എന്നുള്ളതാണ്. നമ്മൾ ശുദ്ധ മുവഖ്ഖിദുകളായി മാറിയാൽ നമ്മോട് പുറത്തു പോകാനല്ല പറയുക, നമ്മൾ ഈ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് ആളുകൾ പറയും. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ നാട്ടിൽ അബൂ ത്വാലിബിന്റെ മനസ്സുള്ള ധാരാളം ആളുകളുണ്ട്. നമ്മുടെ അവിവേകം കൊണ്ടോ നമ്മുടെ ബുദ്ധിശൂന്യത കൊണ്ടോ അവരെ നമ്മൾ അബൂലഹബിന്റെ മനസ്സുള്ളവരാക്കി മാറ്റി ദീനിന്റെ ശത്രുക്കളാക്കി അവരെ മാറ്റാതിരിക്കാൻ നമ്മൾ ബുദ്ധിപൂർവം വിവേകപൂർവം പെരുമാറണമെന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അവസാനമായി ഇത്തരത്തിലുള്ള ഈദിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ധർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തോട് റസൂൽ പറഞ്ഞു, നിങ്ങൾ ധർമ്മം ചെയ്യുക, ധർമ്മം ചെയ്യുക, ധർമ്മം ചെയ്യുക സഹോദരിമാരെ. അല്ലാഹു അല്ലാഹു തആല സജ്ജമാക്കിയ നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. അതുകൊണ്ട് സ്ത്രീകളെ, സഹോദരിമാരെ, നിങ്ങൾ ധർമ്മം ചെയ്യുക എന്ന് പെരുന്നാളിന്റെ സന്ദർഭത്തിൽ പോലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാം. ആ കാര്യം കൂടെ നമ്മുടെ സജീവമായ ശ്രദ്ധയിലുണ്ടാകണം. അതോടൊപ്പം ഈ 7-ാം തീയതി നമ്മുടെ പള്ളിയിൽ CRE എന്ന് പറയുന്ന ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന, ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേകമായ തുടർ മതപഠന സംവിധാനം നമ്മുടെ പള്ളിയിൽ നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജ്ഞാനത്തിന്റെ പ്രസരണം അത് അനിവാര്യമാണ്. ഇളം തലമുറയിൽ നിന്ന് തന്നെ അത് തുടങ്ങേണ്ടതാണ്. നമ്മുടെ കാലശേഷം ഇത് കൊണ്ടു നടക്കാൻ, ദൈവത്തിന്റെ മുൻപന്തിയിൽ നടക്കാൻ, ഇതിന്റെ ചുക്കാൻ പിടിക്കാൻ നമ്മൾ കണ്ണടച്ചാലും ഒരു തലമുറ ഇവിടെ ഉണ്ടാകണം എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ അടിസ്ഥാന ഉദ്ദേശം. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ആൺമക്കളായാലും പെൺമക്കളായാലും CRE എന്ന് പറയുന്ന തുടർ മതപഠന സംവിധാനത്തിൽ അവർ നിത്യ സാന്നിധ്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു തആല എത്രയും പെട്ടെന്ന് ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ.